എമ്മി ഡേ അനക്കെന്താ ഉണ്ട്? അപ്പോൾ എമ്മിനോട് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ എമ്മി ഒന്നും മുണ്ടിയില്ല. റാഷിദ് ആണെങ്കിൽ ഓരോ കണക്ക് വരാൻ തുടങ്ങി. എനിക്ക് അത് വേണം ഇത് വേണം ഇത് വേണമെന്ന്. അപ്പോൾ ഞാൻ നനങ്ങിയാലോ ചോദിച്ചു. അപ്പോൾ മക്കളിത് വേറെ എവിടെയെങ്കിലും പട്ടാമ്പി ടൗണിൽ തന്നെ കേട്ടോ ഈ ഫുഡിൻ്റെ ഒരു സ്പോട്ട് സംഭവം വന്നിരിക്കുകയാണ്. എന്തായാലും പല നാട്ടിൽ നിന്നും പല ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ റാഷിദ് ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു. ഓരോരുത്തരും പറയുന്നുണ്ട്, എന്നാലും നോക്കില്ല. ഫസ്റ്റ് ഇത് വേണോ ചോദിച്ചു. ഇത് വേണ്ട ഇതിൽ എന്തൊക്കെയുണ്ട് ചോദിച്ചു. ചേച്ചിനോട് ചോദിച്ചു ചേച്ചി എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ വോയിസ് ഇടാത്ത വേറെ ഒന്നുമല്ല, കോപ്പറേറ്റ് വരും. അവിടെ തൊട്ടപ്പുറത്ത് ഗാനമേള നടക്കുന്നുണ്ട്, സോങ് നമ്മളെ പരിപാടിയല്ല വേറെ പരിപാടി. അപ്പോൾ അത് നോക്കിയില്ല. അങ്ങനെ എന്തായാലും ചേച്ചിനോട് ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ റാഷിദ് നോക്കിയിട്ട് പറവിടെ എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. അപ്പുറത്തെ കടയിൽ പോയി. അപ്പുറത്തെ കടയിൽ പോയപ്പോൾ എണ്ണക്കടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും വള്ളറക്കണേ, അവിടെ കൈത്തോക്ക് നല്ല വള്ളറക്കുണ്ട്. അതും നോക്കാതെ ചേച്ചി ഉണ്ടാക്കുന്ന നോട്ടം നോക്കി എന്ന് നോക്കാതെ പിന്നെ ചിക്കൻ്റെ അടുത്ത് കട പോയത്. പിന്നെ എന്തൊക്കെയാണ് അവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അൽഫാം അങ്ങനെ കവർത്തി ഇവർക്ക് നോക്കുന്നുണ്ട് പഠിച്ചതിന്. പിന്നെ എന്താ വലിയ വ്ളോഗറാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ വലിയ വ്ളോഗറൊന്നും തന്നെ നമുക്കെല്ലാവരും ഉള്ളൂ, നമ്മൾ സാധാരണ ആളാണെന്ന് നമുക്കെല്ലാവരും ഉള്ളൂ. ഓലൊക്കെ പുതിയ വലിയ ഫേമസ് ആളാണെന്നാണ്. ബാക്കിലത്തെ പെണ്ണങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അറിയില്ല എന്നെ കണ്ടിട്ടാക്കാരം കുറച്ച് ഗ്ലാമർ കൂടി പോയി ഞാൻ എന്ത് ചെയ്യാനാ. തള്ളുന്നില്ല മക്കളെ. അപ്പോൾ പിന്നെ നേരെ നമുക്ക് പൂളിയും ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വേണമെന്ന് വെച്ചു. റാഷി അതൊന്നും വേണ്ട, അതൊക്കെ വേണം ചോദിക്കോട്ടോ. ഒന്നും മേടിച്ചെടുക്കില്ല നമ്മളെ പോയി. പക്ഷെ ഞാൻ മേടിച്ചെടുക്കും ചായ നമുക്ക് ലാസ്റ്റ് കാണാം. അങ്ങനെ നോക്കാതെ പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഹിന്ദി സഫാനൊന്നും മേടിച്ചാലാത്തുന്നില്ല ചോദ്യം ചോദിക്കുന്നത്. എമ്മയാണെങ്കിൽ എല്ലാത്തിനും നോക്കുന്നുണ്ട്. ഓളെ കയ്യിൽ എന്ത് കിട്ടിയാലും വായിക്കിടും. അങ്ങനത്തെ സാധനമല്ലോ, കുട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ നോക്കിയില്ല. പിന്നെ നേരെ ചേച്ചി നോക്കും. പിന്നെ എന്താ ഫുൾ വീഡിയോസ് മാത്രമല്ല, ഒന്നും തിന്നാൻ മേടിക്കണില്ലേ. നോക്കിയതിന് കുറച്ച് റേറ്റൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ അത്രയും ദൂരത്തു നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണല്ലേ, റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഞാനും മേടിച്ചു. ഒരു എന്താണെന്നല്ലേ ലാസ്റ്റ് കാണാം. അത് നോക്കാതെ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വരെ ഫുൾ ഫുഡ് കോർട്ടും കാര്യങ്ങളും തൊട്ടപ്പുറത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വല്ല കാണാം ഇൻഷാ അല്ലാ. അങ്ങനൊന്നും നോക്കിയില്ല. ഞങ്ങൾ നേരെ ഓൾക്ക് ഇത് വേണം പറഞ്ഞു. അത് വേണം ദോശയും പിന്നെ അതുപോലെ തന്നെ ചില്ലി അത് മേടിച്ച് കാര്യങ്ങളൊക്കെ ആക്കി. പിന്നെ ഞങ്ങൾ ചെറിയ സെൽഫി വീഡിയോ എടുത്ത് നോക്കാതെ പിന്നെ അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ തിരുവാതിര കളിക്കുന്നുണ്ട്, തെയ്യാരോ ഉണ്ടല്ലോ കളി കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ കളിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ബോറടിപ്പിക്കണില്ല. ജസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. നമുക്കല്ല എൻ്റെ അനിയത്ത് സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇതാക്കാം. അപ്പോൾ നേരെ ഡ്രസ്സൊക്കെ പോയി മക്കളെ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടോ. റാഷിയ ഡ്രസ്സ് എടുക്കട്ടെ അണക്കല്ലേ. അപ്പോൾ പെങ്ങൾക്കൊരു ഗിഫ്റ്റ് എംബ്രോ വർക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്ത് എന്താണെന്ന് കാണിക്കണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ സർപ്രൈസ് പൊളിയല്ലോ. ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വ്ളോഗറാണെങ്കിലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൻ്റെ വൈഫിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ പെങ്ങൾ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ചേച്ചിയാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ വലിച്ചെടുത്തൊക്കെ നമുക്ക് വേണ്ടി വലിച്ചിട്ടാണതാ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ റാഷനെ കുട്ടിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേരെ വന്നിട്ട് ഓൾക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മക്കളെ പെങ്ങൾ വർക്കിൻ്റെ ആവശ്യത്തിന് വന്നാട്ടോ. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ കടയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെണ്ണിനും എന്തൊക്കെ വേണം. അപ്പോൾ റാഷിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. പക്ഷേ ഞാൻ പൈസ ഒന്നും കൊടുക്കില്ല കേട്ടോ. ഉറപ്പ് തരില്ല റാഷേ. അങ്ങനെ മക്കളെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാട്ടോ. ഇനി ഷോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആയി കൊടുത്ത ഹലോ വരാ ഡ്രസ്സ് എടുക്കാൻ വരാം. ഹലോ വരാം ആയി കൊടുത്ത ആയി. അപ്പോൾ അങ്ങനെ മക്കളെ ഞങ്ങൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഗിഫ്റ്റ് എടുക്കേണ്ട പർച്ചേസും കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോക്ക് എത്തിയപ്പോഴാണ് ഈ മക്കളെ കാണുന്നത്. അപ്പോൾ എന്താ ഇവർ 4ാം തൊട്ട് നമ്മൾ സ്റ്റുഡിയോക്ക് തന്നെ അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ കുഞ്ഞ് ബേബി ഇവിടെ പോലത്തെ ഒരു കുട്ടിയാണ് അന്ന് സ്റ്റുഡിയോക്ക് വന്ന കേട്ടോ അല്ലേ. ഒന്നത് സുഖല്ലേ ഇക്ക റാത്തല്ലേ താത്ത. കയ്യെ കൊടിച്ചുകൊണ്ട് നാട്ടുകാരെ ഒടിച്ചതാണ്. സ്കൂളുകാരില്ലേ സ്കൂളത്തെ കുട്ടികൾ കൈ ഒടിച്ചു കേട്ടോ. അല്ല വീണതല്ലേ ഒരു കുട്ടി രക്ഷിക്കാൻ നോക്കിയത് കേട്ടോ. പിന്നെ നമ്മളെ പാട്ട് പാടി അല്ലേ. ഇവിടെ പാട്ട് പാടാൻ എന്റെ വീഡിയോസ് കുറച്ച് വരാനുണ്ട്. ഒരിക്കണം ഇക്ക ഞങ്ങള് വലിയ യൂട്യൂബർ അല്ലേ, നമ്മള് ചെറിയ വ്ലോഗ് കൊടുക്കട്ടെ. നല്ല മണം ഉണ്ടാവൂലേ അടിക്കുമ്പോ. അല്ല ഇതിനകത്തെ നിങ്ങൾ ചാനൽ ഉണ്ട് അല്ലേ. ഇവരൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇല്ല ആൾക്കാരാട്ടോ അല്ലേ. നിങ്ങളെ ചാനലിന്റെ പേര് പറഞ്ഞോ. ഷാജൂസ് മീഡിയ. അപ്പൊ എല്ലാരും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് പറ്റെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് ഷെയർ ചെയ്യാം അല്ലേ. മുപ്പരാതിന് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഫേമസ് ആയ ആളാണ്. നോക്കിയാൽ തന്നെ എല്ലാവരും നോക്കണ്ടി 1 മില്യൺ ഇനി അതിന്റെ മേലൊക്കെ ആകാനുള്ള പ്രാർത്ഥനയിലാണ്. അപ്പൊ
ചിരി വരുന്നുണ്ട് കരച്ചിരി വരുന്നുണ്ട് ചാനല് വരുന്ന ഷിൻ അൻസ് വീട്ടിൽ നിന്ന് വിളിക്കാം കുഞ്ഞോളേനോ ഞാൻ കുഞ്ഞോളേനോ വിളിക്കുള്ളൂ താത്ത സുഖം അല്ലേ ഇക്ക അപ്പൊ നിങ്ങള് ഗൾഫിലെ നാട്ടിലാ നാട്ടില് ഇവർക്ക് നാട്ടുകാരനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒക്കെ കാണുന്നതാ ഇവര് എന്നോ നാട്ടിലുള്ളത് അപ്പൊ അങ്ങനെ മക്കളെ നമ്മുടെ സ്റ്റുഡിയോയിലെ കാര്യങ്ങളൊക്കെ പരിപാടികൾ ഇങ്ങനെ 30 പേർക്ക് 100 പേർക്കുള്ള അവസരം കൊടുത്തത് 100 പേരിൽ 200 പേർക്കായി അപ്പൊ അങ്ങനെ വന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും അപ്പൊ ഇതിനു മുന്നേ ഞങ്ങൾ ഇന്നലെ പോയിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ പട്ടാമ്പി ഫസ്റ്റ് ഫുഡിന്റെ ഫസ്റ്റ് എടുക്കേണ്ട അതും പോയി അവിടെ പോയി ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡിയോക്ക് എത്തി. സ്റ്റുഡിയോക്ക് പോലെ വർക്ക് നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പൊ എനിക്ക് അത് എന്തായാലും വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇവര് ഗിറ്റാർ വായിക്കാനും വയ്ക്കുന്നില്ല എന്നാലും റോളാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളെ മുക്കി തളർത്തുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഷൂട്ട് തുടങ്ങല്ലേ. ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കി ഇവരിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ. എന്തെന്നെ വിടാത്ത അങ്ങനെ ഇവിടെ കുറച്ച് പോകണ്ട കേട്ടോ. അല്ല മുഖത്തേക്ക് ഞങ്ങൾ ക്യാമറക്ക് വേണ്ടിട്ടാ അടിയില് ഞാൻ ഇട്ടത് കാണിച്ചു തരണോ? കുറച്ച് കൈക്കോട്ടെ. കറണ്ടും പോയി. ആരൊക്കെ ഫുഡ് കഴിക്കാൻ തന്നെ പോയി ഫുഡ് കഴിച്ചത് കറണ്ട് പോയത്. ഫുഡ് ഞങ്ങള് കഴിച്ചിക്കണ്. എന്റെ പേര് പറഞ്ഞു ഫുഡല്ലേ ഫുഡ് കഴിച്ചൊരു 200 കൊടുത്തോട്ടോ. അവിടുത്തെ മന്തി എന്താ മന്തി കഴിച്ച് എനിക്കൊരു പ്രശ്നമുണ്ട്. വെള്ളിയാഴ്ച പൊറഞ്ചോറും ബീഫും പക്ഷെ ഇവിടുത്തെ ഒരു മന്തി ഉണ്ട്. നമ്മളെ എന്താണ് ഈ ഹോട്ടലിന്റെ പേരെന്താ? അല്ല ഇവിടെ മന്തി കട ഉണ്ട്. മോനെ പൊള്ളിച്ചൊരു പീസ് കിട്ടാൻ പൊള്ളി മന്തി ഫുഡാണ്. അപ്പൊക്കില്ല ഓരിക്കൊടുക്കില്ല അനക്ക് ഫുഡില്ല. അനക്കിന്റെ ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ. നല്ല എടുത്തന്നെ എല്ലാരും. മാഷാല്ലാ അതാ ക്യാമറ ഓണൊക്കെ മറന്നു. അല്ല സീരിയസ്ലി അവിടെ കായ്ക്ക് ഒന്നുകൂടി അപ്പൊ ആ പാട്ട് പരിപാടി കഴിഞ്ഞില്ലേ? എങ്ങനെണ്ടാന്നു? ഇജെന്തിനാ അതിലൂടെ നിന്ന് കരിഞ്ഞ് എന്ന് പറഞ്ഞ ഇജെന്തിനാ കരിഞ്ഞാറാ? ഇവരൊരു സംഭവം രണ്ടായിട്ടോ പള്ളിക്ക് പോകുന്ന നേരത്തെ നമുക്ക് ജുമ്മയുടെ നേരെയല്ലോ. ജുമ്മയുടെ നേരായപ്പോ ഇവിടെ ഫസ്റ്റ് പള്ളി മാത്രമേ പാടിയിട്ടുള്ളൂ. അവനെ പറഞ്ഞു നിന്ന് നിർത്തിക്കള ഇത് പാടുന്ന എനിക്ക് പാടാൻ നിൽക്കില്ല പറഞ്ഞു. ഓക്കെ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഇനി ഇവിടെ പാടാൻ എന്തിട്ട് പറഞ്ഞപ്പോ മോനെ ഇറാഖ് എന്റെ കരച്ചില് കണ്ണെന്നൊക്കെ വെള്ളം കൂടെ ഇങ്ങളെ പറ്റുന്നു. അത് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. നമ്മൾ തമാശ ഇവിടെ സീരിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണു? അവൾക്ക് കുറെ കൊളാക്കുണ്ട്. എന്നാലും നമ്മുടെ എത്ര ആര് വന്നാലും ആര് വന്ന് പാടിയാലും എത്ര കൊള്ളാലും പാടിപ്പിച്ചേ വിടുള്ളൂ. ഇനി രാത്രി 10 മണി ഇവിടെ റൂം എടുത്താലും വേണ്ടില്ല, ഇവിടെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ നിയമം അങ്ങനെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം അങ്ങ് അത്രയും ആഗ്രഹം സ്കൂളൊക്കെ മുടക്കണ്ട, സ്കൂൾ മുടക്കാൻ സന്തോഷം പിടിക്കാണ്ടാക്കും അല്ലേ? അങ്ങ് അത്രയും ആഗ്രഹിച്ചു വരുന്നതാണ്. അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെ ഇവിടെ പാടി നേരത്തെ കാസർഗോഡ് കണ്ടുവരുന്നൊക്കെ ഇവിടെ കൊണ്ടുതന്നെ ആ ഇവിടെ നല്ല വീട് എടുത്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്ത് ആൾക്കൊക്കെ എടുക്കണേ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ കേട്ടോ ഞാൻ അതിന്റെ ചെയ്യട്ടെ നിങ്ങളെ എന്നിട്ട് എടുത്തോളൂ. അപ്പൊ മക്കളെ ഞാൻ ഉറപ്പിക്കണില്ല, ഓണായിട്ടില്ലേ? ഓണായിക്കോളൂ. അപ്പൊ ഞാൻ അതിന്റെ ചെയ്യട്ടെ ഒരു മിനിറ്റ്. അപ്പൊ മക്കളെ അങ്ങനെ പാട്ടുമാരുടെ കഴിഞ്ഞിട്ട് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മളെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണുന്നേക്കും. ബൈ.